രക്തക്കുറവുള്ളവർക്ക് രക്തക്കുറവ് പരിഹരിക്കുന്നതിന് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇതുപോലെ തയ്യാറാക്കി കുടിക്കാം. ഈയൊരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്നത് മൂലം RBC കൗണ്ട് കൂടുന്നതിനും ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ സപ്ലൈ നല്ല രീതിയിൽ ലഭിക്കുന്നതിനും രക്തക്കുറവുള്ളവർ ഇതുപോലെ തയ്യാറാക്കി കുടിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. അനീമിയ, രക്തക്കുറവ്, രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ സാധാരണ എണ്ണത്തേക്കാൾ കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുന്നു. ഈ അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, വിളർച്ച എന്ന അവസ്ഥയെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലേ? ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുന്നതിന് കാരണം. സ്ത്രീകളിലും കുട്ടികളിലുമാണ് വിളർച്ച സാധാരണയായി കണ്ടുവരുന്നത്. അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഈ അവസ്ഥ പരിഹരിക്കാൻ അയൺ ധാരാളമടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ രക്തക്കുറവ് പരിഹരിക്കുന്നതിന് ഇതുപോലെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഈയൊരു ഡ്രിങ്ക് തയ്യാറാക്കാനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഈന്തപ്പഴം. ഞാനിവിടെ ഈന്തപ്പഴം 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു മാറ്റണം. വിളർച്ചയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് ഈന്തപ്പഴം. അനീമിയ പ്രശ്നമുള്ളവർ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കാൻ ഈന്തപ്പഴം സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ കൂട്ടുക മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. LDL എന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഈന്തപ്പഴം. വൈറ്റമിൻ B, പൊട്ടാഷ്യം, അയൺ, മാഗ്നീഷ്യം തുടങ്ങിയ വൈറ്റമിൻസും നാരുകളും ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലുടനീളം ഓക്സിജൻ വിതരണം ചെയ്യാൻ ഈന്തപ്പഴത്തിലെ പോഷകങ്ങൾ സഹായിക്കുന്നു. ഇതുമാത്രമല്ല, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ഈന്തപ്പഴം. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഉണക്കിയ മുന്തിരി. ഉണക്കിയ മുന്തിരിയിൽ പൊട്ടാഷ്യം, വൈറ്റമിൻ C, കാൽഷ്യം, വൈറ്റമിൻ B6, അയൺ, സിങ്ക് എന്നീ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉണക്കമുന്തിരിയിൽ വലിയ തോതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് അനീമിയ തടയാൻ സഹായിക്കുന്നത്. ഉണക്കമുന്തിരിയിലെ ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ വൈറസ്, ബാക്ടീരിയ, അണുബാധകൾ തടയാൻ സഹായിക്കുന്നു. മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. 6-7 ഉണക്കമുന്തിരി എടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിലേക്ക് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും ഇട്ട് കൊടുക്കുക. ഒരു രാത്രി മുഴുവനും സോക്ക് ചെയ്യാൻ വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെള്ളം കളയണ്ട കേട്ടോ, ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഇനി ഒരു ഗ്ലാസ് ബദാം മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുക. ഷുഗറുള്ളവർക്ക് ഒരു നിശ്ചിത അളവിൽ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും കഴിക്കാവുന്നതാണ്. ഷുഗറുള്ളവർക്ക് രക്തക്കുറവുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി കുടിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇതുപോലെ തയ്യാറാക്കി കുടിക്കാം. ഈയൊരു ഹെൽത്തി ഡ്രിങ്ക് തുടർച്ചയായി 7 ദിവസം കുടിക്കണം. RBC കൗണ്ട് കൂടുന്നതിനും ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ സപ്ലൈ നല്ല രീതിയിൽ ലഭിക്കുന്നതിനും രക്തക്കുറവുള്ളവർ ഇതുപോലെ ഒരാഴ്ച തയ്യാറാക്കി കുടിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം രക്തക്കുറവ് വരാതിരിക്കാൻ അയൺ ധാരാളമടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. രക്തക്കുറവ് തടയാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് പയറുവർഗ്ഗങ്ങളായ കിഡ്നി ബീൻസ്, കടല, പരിപ്പ്, സോയാബീൻ തുടങ്ങിയവ, നിലക്കടല എന്നിവ ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തത് പച്ചക്കറികൾ, ഇലക്കറികൾ, ഇറച്ചി, മത്സ്യം, മുട്ട, ഡ്രൈ ഫ്രൂട്ട്സ്, തവിടോട് കൂടിയ ധാന്യങ്ങൾ എന്നിവയെല്ലാം ഹീമോഗ്ലോബിൻ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇതെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് വൈറ്റമിൻ C ധാരാളമടങ്ങിയ ഓറഞ്ച്, ലെമൺ, തക്കാളി, മുന്തിരി,
മാതളം എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് ഈന്തപ്പഴം, ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക എന്നിവയെല്ലാം ഹീമോഗ്ലോബിൻ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. രക്തക്കുറവ് പരിഹരിക്കുന്നതിന് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. രക്തക്കുറവുള്ളവർ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും ഹെൽത്തി റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്